ഞാൻ ഇന്ന് സംസാരിക്കുന്നത് വാട്സപ്പിൽ വരാൻ പോകുന്ന ഏറ്റവും പുതിയ വളരെ ആകർഷകമായ 4 അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ സാധാരണ വാട്സപ്പില് ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ടോപ്പിലുള്ള പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഡ്രോ ചെയ്യാറ്. അതിന്റെ ഇന്റർഫേസ് ഇതായിരുന്നു. പക്ഷെ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റില് വളരെ ആകർഷകമായിട്ടുള്ള രീതിയിൽ ഇന്റർഫേസ് ആണുള്ളത്. അതായത് നമുക്ക് കളേഴ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അത് ഉൾപ്പെടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഫോട്ടോസിൽ ചിത്രങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്ന അപ്ഡേറ്റ് നമ്മൾ ഒരുപാട് വർഷങ്ങളായി കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇത് മൂന്നും മേറ്റ കമ്പനിയുടെ കീഴിലുള്ള 3 പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് നമുക്ക് ഭൂരിഭാഗം പേർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ കൂടി അത് ഷെയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ വാട്സപ്പായിട്ട് ലിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഷെയർ ടു അതർ പ്ലാറ്റ്ഫോംസ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി വരുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ പ്ലാറ്റ്ഫോംസിൽ കൂടി അത് ഷെയർ ചെയ്യാനുള്ള സൗകര്യമാണ് ഈ അപ്ഡേറ്റിലുള്ളത്. ഇനി അടുത്ത പറയാൻ പോകുന്ന അപ്ഡേറ്റ്, നമ്മൾ സാധാരണ യൂട്യൂബ് ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ടല്ലോ. അതേപോലെ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാലുള്ള അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നല്ല അപ്ഡേറ്റ് ആണെങ്കിലും എനിക്ക് പേഴ്സണലായി വലിയൊരു താല്പര്യം തോന്നാത്തൊരു അപ്ഡേറ്റ് ആണിത്. പക്ഷെ ഇത് താല്പര്യമില്ലാത്തവർക്ക് അത് ഡിസേബിൾ ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാണ്. ഇനി അടുത്തതായി പറയാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ വാട്സപ്പിലൊക്കെ യൂട്യൂബ് ലിങ്കോ മറ്റുള്ള ഏതെങ്കിലും വീഡിയോ ലിങ്ക് വന്നു കഴിഞ്ഞാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PIP മോഡിലാണ് അത് പ്ലേ ചെയ്യുക. അതായത് പിക്ചർ ഇൻ പിക്ചർ മോഡ്. ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ വാട്സപ്പ് യൂസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതായത് വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് മറ്റുള്ള ചില സുഹൃത്തുക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് സമയം കുറച്ചും കൂടി ലാഭിക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ വാട്സപ്പിൽ സാധാ വീഡിയോ ഫോർമാറ്റിൽ തന്നെ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് PIP മോഡിലല്ല പ്ലേ ചെയ്യുക. ആ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ഒരു അവസ്ഥയാണുള്ളത്. പക്ഷെ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിൽ ഈ സെപ്പറേറ്റ് ആയിട്ട് അയക്കുന്ന വീഡിയോയും PIP മോഡിൽ കാണാൻ സാധിക്കുന്ന ഒരു സൗകര്യം നമുക്ക് ലഭ്യമാകും. ഇതൊക്കെ അപ്കമിങ് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ വാട്സപ്പിന്റെ ഈ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.